നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇംപെഡൻസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻപുട്ട് ഇംപെഡൻസ് എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എമിറ്റർ ഫോളോവറിൻ്റെ സർക്യൂട്ട് വരെ ഞാൻ വരയ്ക്കുകയാണ്. എമിറ്റർ ഫോളോവർ വരച്ചു. അതിനെ എന്ത് ചെയ്യണം? നമ്മൾ AC അനാലിസിസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം RE കണക്ട് ചെയ്തിരിക്കുന്നു, ഇറ്റ്സ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ദെൻ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ collector is connected to short circuited to VCC. Then R1 it is connected to R1, a voltage divider network consists of R1 and R2. Then through a capacitor source is connected. Source connect ചെയ്തിരിക്കുന്നു, ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നു. Then ഇതാണ് നമ്മുടെ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ AC അനാലിസിസിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത്, അതായത് DC സോഴ്സസ് എല്ലാം റിമൂവ് ചെയ്തു. ഇപ്പോൾ DC സോഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്തു. അതേപോലെ തന്നെ കപ്പാസിറ്റേഴ്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് ഗ്രൗണ്ടായി മാറി, ഈ പോയിന്റ് ഗ്രൗണ്ടായി മാറി. കപ്പാസിറ്ററിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓക്കെ, കപ്പാസിറ്ററിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ നമ്മൾ വരച്ചത്, അതായത് ഇവിടെ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് R1 R2 പാരലലാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ദറ്റ് ഈസ് ഈ ഒരു റെസിസ്റ്ററിനെ R1 പാരലൽ R2 എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു. ദെൻ നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്ററിനെ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ട്രാൻസിസ്റ്ററിനെ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ട്രാൻസിസ്റ്റർ അങ്ങ് മാറ്റിയിട്ട് ദെൻ ഇവിടെ എന്ത് വന്നു? ഒരു ഡയോഡ് വന്നു. ദെൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ റെസിസ്റ്ററും അങ്ങ് മൊത്തത്തിൽ അങ്ങ് വാങ്ങിക്കുകയാണ്. ഓക്കെ, ആ റെസിസ്റ്റർ ഡയോഡ് വന്നു. ദെൻ അവിടെ ഒരു റെസിസ്റ്റർ, ദാറ്റ് റെസിസ്റ്റർ ഈസ് RE ഡാഷ്. നമുക്ക് ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ദെൻ RE എന്ന് പറഞ്ഞ എമിറ്റർ റെസിസ്റ്റൻസ്. ഇവിടെയാണ് നമ്മുടെ എന്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ കളക്ടർ ഏരിയയിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? അവിടെ ഒരു കറണ്ട് സോഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. IC എന്നുള്ള കറണ്ട് സോഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ദാറ്റ്സ് ഓൾ. എന്ത് AC അനാലിസിസ് എന്ന് പറയുന്നത്, AC അനാലിസിസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ് അറിയേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് നോക്കി, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ടിൽ സ്വാഭാവികമായിട്ടും RE ഉണ്ട്. ഇനി RE എന്നുള്ളത് ഈ പോയിന്റിനും അതേപോലെ തന്നെ RE എന്നുള്ളത് ഏതൊക്കെ പോയിന്റ് അക്രോസ് ആണ്? ഈ ഒരു പോയിന്റിനും അക്രോസ് RE. അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം എന്താണ്? അതിന് പാരലലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് പാരലൽ ആയതുകൊണ്ട് നമുക്ക് RE എന്നുള്ളതിന് പാരലലായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു Z ഔട്ട് ബേസ്. നമുക്ക് ആ ബേസിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ബേസിൻ്റെ Z ഔട്ട് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബേസിൻ്റെ Z ഔട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ Z ഔട്ട് ഓഫ് ബേസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. അതായത് Z ഔട്ട് ഓഫ് ബേസ്, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെ Z ഔട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വോൾട്ടേജ്, ബേസ് അല്ല ആക്ച്വലി ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ നമുക്ക് അറിയേണ്ടത് അല്ലേ. അതായത് ഈ ഒരു പോയിന്റിനും ഗ്രൗണ്ടിനും അക്രോസ് ഉള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഇങ്ങനൊരു ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് അക്രോസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വോൾട്ടേജ്, Z ഔട്ട് ബേസ് എന്നുള്ള ടേം ഞാൻ അങ്ങ് മാറ്റുകയാണ്. Z ഔട്ട് ഡാഷ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ Z ഔട്ട് ഡാഷ് എനിക്ക് അറിയണമെങ്കിൽ ഏതിനും അക്രോസ് ആണ്? ഈ ഒരു പോയിന്റിനും ഇവിടുന്ന് വന്നിട്ട് എവിടം വരെ, ഈ ഗ്രൗണ്ട് വരെയുള്ള റെസിസ്റ്റൻസ് എനിക്ക് അറിയണം. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ബൈ അവിടുത്തെ കറണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ബൈ അവിടുത്തെ കറണ്ട്, ദാറ്റ് ഈസ് അവിടുത്തെ വോൾട്ടേജ് ബൈ അവിടുത്തെ കറണ്ട്. അവിടുത്തെ കറണ്ട് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? I എന്ന് പറഞ്ഞ കറണ്ട് ആയിരിക്കും. കാരണം ഇതുവഴി ഒഴുകുന്ന കറണ്ട് നമുക്കറിയാം I എന്ന് പറഞ്ഞ കറണ്ടാണ്. അപ്പോൾ I എന്ന് പറഞ്ഞ കറണ്ടാണ്. അവിടുത്തെ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കണം. അവിടുത്തെ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു വോൾട്ടേജാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ഈ ഒരു വോൾട്ടേജാണ് നമുക്ക് അറിയേണ്ടത്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? ഇപ്പോൾ നമുക്കറിയാം ബേസിൻ്റെ ഇത് നമുക്കറിയാം. ഇതാണ് ബേസ് കറണ്ട് എന്ന് പറയുന്നത്, IB എന്ന് പറഞ്ഞ ബേസ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുകയാണ്, പ്ലസ് മൈനസ് എന്ന് കാണിക്കുകയാണ്. ഇവിടെയും പ്ലസ് മൈനസ് അല്ലേ. അപ്പം രണ്ടും പ്ലസ് മൈനസ് എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതുക? IB ഇൻറ്റു
R1 പാരലൽ R2. അതിനെ ഞാൻ R1 പാരലൽ R2 വേണമെങ്കിൽ RN ഡാഷ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, പ്ലസ് IE ഇൻറ്റു RE ഡാഷ് ഡിവൈഡഡ് ബൈ, സോറി ഒരു പ്രശ്നങ്ങളുണ്ട് ഇവിടെ. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, AC അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ AC അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് സ്മോൾ ലെറ്റർ I എന്ന് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ സ്മോൾ ലെറ്റർ I, ഓക്കെ. അപ്പോൾ ഡിവൈഡഡ് ബൈ IE, ഓക്കെ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, IB ഇൻറ്റു ഇതിനെ നമുക്ക് RN ഡാഷ് എന്ന് ഞാൻ കൊടുക്കുകയാണ്, RN ഡാഷ് പ്ലസ് ബീറ്റ IB ഇൻറ്റു RE ഡാഷ് ഡിവൈഡഡ് ബൈ ബീറ്റ IB എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പം നമുക്ക് എന്ത് കോമൺ എടുക്കാം, IB എന്നുള്ളത് കോമൺ എടുക്കാം. IB എന്നുള്ളത് കോമൺ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് വരും, RN ഡാഷ് ബൈ ബീറ്റ പ്ലസ് ബീറ്റ RE ഡാഷ് എന്ന് വരും. അപ്പോൾ ബീറ്റ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, RE ഡാഷ് പ്ലസ് RN ഡാഷ് എന്ന് കിട്ടും അല്ലേ. ഇത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, RE പാരലൽ Z ഔട്ട് ഡാഷ് നമുക്ക് എന്താ കിട്ടിയത്, RE ഡാഷ് പ്ലസ് RN ഡാഷ് ബൈ ബീറ്റ എന്ന് കിട്ടി. മനസ്സിലായോ? Z ഔട്ട് ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിനും ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിനും അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് നമുക്ക് കിട്ടി, അവിടുത്തെ കറണ്ട് I നമുക്ക് കിട്ടി. അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ നമുക്ക് എന്ത് കിട്ടും, RE ഡാഷ് പ്ലസ് RN ഡാഷ് പ്ലസ് ബീറ്റ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ, അതായത് ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Z ഔട്ട് ഈസ് ഈക്വൽ ടു, ഇനി നോക്കിക്കേ, ഈ RE പാരലൽ ആണെന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RE ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ദിസ് RE ഡാഷ് പ്ലസ് RN ഡാഷ് ബൈ ബീറ്റ ആണ്. അപ്പോൾ നമുക്ക് പാരലൽ അല്ലെങ്കിൽ പാരലൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അവിടെ ഒരു ഹൈ വാല്യൂ റെസിസ്റ്ററും ലോ വാല്യൂ റെസിസ്റ്ററും കൂടെ പാരലൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ലോ വാല്യൂ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. അപ്പോൾ Z ഔട്ട് ഡാഷ് എന്തായി മാറും, ഈ RE എന്നുള്ളത് വാല്യൂ അങ്ങ് മാറും. ദാറ്റ് ഈസ് Z ഔട്ട് ഈസ് ഈക്വൽ ടു ദിസ് RE ഡാഷ് പ്ലസ് RN ഡാഷ് ബൈ ബീറ്റ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കറിയാം RN ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, RE ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർവേഡ് റെസിസ്റ്റൻസ് ആണ്, തീരെ കുറഞ്ഞ വാല്യൂ ആണ്. അതേപോലെ തന്നെ RN ഡാഷ് പ്ലസ് ബീറ്റ എന്നുള്ളത് ഡിനോമിനേറ്ററിൽ വന്നു, അപ്പോഴും എന്തുവാ, ഈ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, Z ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഇംപെഡൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അപ്പോൾ ഔട്ട്പുട്ട് ഇംപെഡൻസ് കണ്ടുപിടിച്ചത് ഔട്ട്പുട്ടിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ്. അപ്പോൾ ഔട്ട്പുട്ടിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് പറയുന്നത് RE നമുക്ക് കിട്ടി. ഓക്കെ, അതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസും കൂടെ ഉണ്ട്, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ്, അതായത് REക്കും R1 പാരലൽ R2നും അക്രോസ് ഉള്ള റെസിസ്റ്റൻസ്. അത് രണ്ടും കൂടെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ RE ഡാഷ് പ്ലസ് RN ഡാഷ് ബൈ ബീറ്റ എന്ന് കിട്ടി. REയും ഇതും പാരലലാണ്. അപ്പോൾ ലോ വാല്യൂ ആണ് എന്ത്, RE ഡാഷ് പ്ലസ് RN ഡാഷ് പ്ലസ് ബീറ്റയെ. അങ്ങനെ ഒരു ലോ വാല്യൂ ഒരു ഹൈ വാല്യൂ കൂടെ പാരലൽ കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ലോ വാല്യൂ ആയിരിക്കും കറസ്പോണ്ടിങ്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ Z ഔട്ട് എന്ന് പറയുന്നത് തീരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം രണ്ടാമത്തെ കാര്യം നമുക്ക് ക്ലിയർ ആയി. ഇൻപുട്ട് ഇംപെഡൻസ് ഹൈ ആണ്, ഹൈ വാല്യൂ ആണ്, പക്ഷേ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, then let's see the applications of emitter follower. Then we move on to the applications of emitter follower. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് അറിയാം. അതായത് ഒന്നാമത്തേത് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, അതായത് ഇവിടെ കറണ്ട് ഗെയിൻ ഹൈ ആണ്, പക്ഷേ വോൾട്ടേജ് ഗെയിൻ കോൺസ്റ്റന്റ് ആണ്. അതായത് വി ക്യാൻ പ്രൊവൈഡ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ വിത്തൗട്ട് വോൾട്ടേജ് ഗെയിൻ. അതായത് വോൾട്ടേജ് ഗെയിൻ കൊടുക്കാതെ നമുക്ക് കറണ്ടിനെ മാത്രം ആംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊവൈഡ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ വിത്തൗട്ട് വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. Then we move on to the second application. Second application നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ
ദിസ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ ഇംപിഡൻസ് മാച്ചിങ്. വാട്ട് ഈസ് ഇംപിഡൻസ് മാച്ചിങ്? എന്താണ് ഇംപിഡൻസ് മാച്ചിങ്? അത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം എമിറ്റർ ഫോളോവറിൻ്റെ പ്രത്യേകത എന്താണ്. ഇത് ഞാനൊരു എമിറ്റർ ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ ആ എമിറ്റർ ഫോളോവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എമിറ്റർ ഫോളോവർ ആണ്. ആ എമിറ്റർ ഫോളോവറിൻ്റെ പ്രത്യേകത ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആണ്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ലോ ആണ്. നോർമൽ കേസിൽ നമ്മളൊരു സോഴ്സും ലോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന വിചാരിച്ചു. ഇതൊരു സോഴ്സ്, അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ലോഡാന്ന് വിചാരിച്ചു. ഒരു സോഴ്സും ലോഡും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞത്? ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. പക്ഷെ നോർമലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെയുള്ള സോഴ്സുകളുടെ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ലോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ റെസിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ലോഡിൻ്റെ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് ഹൈയും അതേപോലെ ലോഡ് റെസിസ്റ്റൻസ് തീരെ ലോവും ആവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ എമിറ്റർ ഫോളോവർ സർക്യൂട്ടിനെ ഇതിന് ഇടയ്ക്ക് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സോഴ്സിനും ലോഡിനും ഇടയ്ക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ സോഴ്സ് ഇവിടെ ഞാൻ കണക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ലോഡ് ഞാനിവിടെ കണക്ട് ചെയ്യുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ സോഴ്സ് ഇത്, ലോഡ് ഇത്, സോഴ്സിനും ലോഡിനും ഇടയ്ക്ക് ഞാൻ ഈ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ മിക്കവാറും ഒക്കെ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ ഹൈ റെസിസ്റ്റൻസ്, ഇതും ഹൈ, ഇതും ഹൈ. അപ്പോൾ മാക്സിമം പവർ എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ഈ സോഴ്സിൽ നിന്ന് എമിറ്റർ ഫോളോവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതേപോലെ തന്നെ ലോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും എന്ന് പറഞ്ഞത്. എമിറ്റർ ഫോളോവറിൻ്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്താണ്? കുറവാണ്. ഇവിടെയും കുറവാണ്. അപ്പം ഇവിടെയും കുറവാണ്, ഇവിടെയും കുറവാണ്. അപ്പോൾ ഇവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ തന്നെ ഈ എമിറ്റർ ഫോളോവറിൻ്റെ പ്രത്യേകത എന്താണ്? വോൾട്ടേജ് ഗെയിൻ 1 ആണ്. അതായത് സിഗ്നലിന് ഒരു പ്രശ്നവും വരുത്തത്തില്ല. അതായത് മാക്സിമം പവർ സോഴ്സിൽ നിന്ന് എമിറ്റർ ഫോളോവറിലേക്കും ട്രാൻസ്ഫർ ചെയ്തു, മാക്സിമം പവർ എമിറ്റർ ഫോളോവറിൽ നിന്ന് ലോഡിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. സിഗ്നലിന് ഒരു കംപ്ലൈൻറ്റും വരുന്നില്ല. ഇങ്ങനെയുള്ള ഇതിന് പറയുന്ന പേരാണ് ഇംപിഡൻസ് മാച്ചിങ്. അപ്പോൾ എന്താണ് നോർമലി എന്താ പ്രത്യേകം എന്ന് പറഞ്ഞത്? സോഴ്സിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഹൈയും അതേപോലെ തന്നെ ലോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ടിനെ അതിന് ഇടയ്ക്ക് പ്ലേസ് ചെയ്യുന്നു, സോഴ്സിനും ലോഡിനും ഇടയ്ക്ക്. അപ്പോൾ എമിറ്റർ ഫോളോവറിൻ്റെ പ്രത്യേകം എന്താണ്? ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്, അതേപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. അപ്പോൾ ഇവിടെ ഹൈ റെസിസ്റ്റൻസ്, ഇവിടെ ഹൈ റെസിസ്റ്റൻസ്, മാക്സിമം പവർ അവിടെ ട്രാൻസ്ഫർഡ് ആയി. അതായത് എന്താണ്? മാക്സിമം പവർ വിൽ ബി ട്രാൻസ്ഫേർഡ് വെൻ ഫ്രം സോഴ്സ് ടു ലോഡ് വെൻ സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ. ശരിയല്ലേ? അതായത് ഈ റെസിസ്റ്റൻസും ഈക്വലായി മാറി. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്തു. അതേപോലെ തന്നെ ലോഡ് വളരെ കുറവ് വാല്യൂ ആയിരിക്കും റെസിസ്റ്റൻസ്. അപ്പം മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എമിറ്റർ ഫോളോവറിൻ്റെ പ്രത്യേകം എന്താണ്? തീരെ കുറവായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ്. അപ്പോൾ ഇവിടെ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് ആയി. അതേപോലെ സിഗ്നൽ ഒരു കംപ്ലൈൻറ്റ് വരുത്തുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. ഈ 2 ആപ്ലിക്കേഷൻസ് ആണ് എമിറ്റർ ഫോളോവറിനുള്ളത്. ഒന്നാമത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ വിത്തൗട്ട് വോൾട്ടേജ് ഗെയിൻ, സെക്കൻഡ് വൺ ഇംപിഡൻസ് മാച്ചിങ്. ദാറ്റ്സ് ഓൾ എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. ഇതോടുകൂടി നമ്മുടെ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്നുള്ള സെക്ഷൻ തീരും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ്. സോ താങ്ക് യു ഓൾ.